എന്തായാലും ഈ ഒരു വീഡിയോയിലൂടെ നമ്മൾ ഇന്ത്യൻ ഫുട്ബോളുമായിട്ട് ബന്ധപ്പെട്ട വളരെ പ്രധാനപ്പെട്ട 2 അപ്ഡേറ്റ്സ് ആണ് നോക്കാൻ പോകുന്നത്. സോ അതിലേക്ക് പോകുന്നതിന് മുമ്പ് നിങ്ങൾ ലൈക്ക് എന്ന് പറയുന്നത് വളരെയധികം ഇമ്പോർട്ടൻ്റ് ആണ്. 200 ലൈക്കിൻ്റെ ടാർഗറ്റ് നിങ്ങളെല്ലാവരും അതിലേക്ക് എത്തിക്കുന്നു വിചാരിക്കുന്നു. സോ ആദ്യത്തെ അപ്ഡേറ്റ് എന്ന് പറയുന്നത് യോൽ വാനിഫുമായിട്ട് ബന്ധപ്പെട്ട ഒരു അപ്ഡേറ്റ് ആണ്. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്ന ഒരു കാര്യമാണ്. മുംബൈ സിറ്റി എഫ് സിയുടെ സൂപ്പർ താരമാണ് യോൽ വാനിഫ്. എന്തായാലും അദ്ദേഹത്തിൻ്റെ കോൺട്രാക്റ്റ് ഇപ്പോൾ മുംബൈ സിറ്റി എക്സ്റ്റെൻഡ് ചെയ്തു എന്നാണ് നമുക്കറിയാൻ സാധിക്കുന്നത്. 2027 വരെയാണ് അതിൻ്റെ കോൺട്രാക്ട് എക്സ്റ്റൻഷൻ എന്നാണ് പറഞ്ഞത്. സോ എന്തായാലും നല്ലൊരു കാര്യമാണ്. ഒരു ആത്മാർത്ഥതയുള്ളൊരു പ്ലെയറാണ്. മിഡ്ഫീൽഡിൽ ഒരു വലിയ ശക്തിയാണ്. സെറ്റ് പീസസിലും അദ്ദേഹത്തിൻ്റെ ആ ഒരു കഴിവ് നമുക്ക് എല്ലാവർക്കും അറിയാം. ഏത് തരത്തിൽ സെറ്റ് പീസസ് എടുക്കുന്നൊരു താരമാണെന്ന്. സോ എന്തായാലും വളരെ മികച്ചൊരു സൈനിങ് ആയിട്ടാണ് ഇതിനെനിക്ക് തോന്നുന്നത്. സോ നിങ്ങളുടെ അഭിപ്രായം എന്താണെന്ന് ഉറപ്പായിട്ട് കമൻറ്റ് ബോക്സിൽ പറയുക. ഈ ഒരു സൈനിങ്ങുമായിട്ട് ബന്ധപ്പെട്ട് സൈനിങ് അല്ല, കോൺട്രാക്റ്റ് എക്സ്റ്റൻഷനുമായിട്ട് ബന്ധപ്പെട്ട്. ഇനി നമുക്ക് എന്തായാലും അടുത്ത അപ്ഡേറ്റിലേക്ക് കിടക്കാം. അടുത്ത അപ്ഡേറ്റ് എന്ന് പറയുന്നത് നമ്മുടെ ദിമിത്രിയോസ് പെട്രറ്റോസുമായിട്ട് ബന്ധപ്പെട്ടുള്ള അപ്ഡേറ്റാണ്. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, ഇന്നലത്തെ മാച്ചിന് ശേഷം വീണ്ടും മോഹൻ ബഗാൻ ഫാൻസ് വളരെ മോശമായിട്ടാണ് ദിമിത്രിയോസ് പെട്രറ്റോസിനെ കുറിച്ച് പറഞ്ഞുകൊണ്ടേയിരിക്കുന്നത്. അദ്ദേഹത്തെ പുറത്താക്കണം നേരത്തുള്ള കാര്യങ്ങളാണ് പറയുന്നത്. എന്തായാലും അറിയില്ല എന്ത് തീരുമാനം എടുക്കുമെന്ന്. എന്തായാലും അദ്ദേഹത്തിൻ്റെ ബോഡി ലാംഗ്വേജിലും അദ്ദേഹം ഒട്ടും ഹാപ്പി അല്ലെന്ന് നമുക്ക് കാണാൻ സാധിക്കും. സോ എന്തായാലും ദിമിത്രിയോസ് ഡയമൻറ്റക്കോസിൻ്റെ ഭാവി എന്താകുമെന്ന് കണ്ടു തന്നെ അറിയണം. എന്തായാലും ഒരു ശകലം മിസ്റ്റേക്ക് വരുത്തിയവരെ എന്താ പറയുക, മോഹൻ ബഗാൻ സൂപ്പർ ജയൻസിൻ്റെ മാനേജ്മെൻ്റ് എടുത്ത് അവരെ കളയുക. അതിപ്പോൾ ഏത് ഷീൽഡ് നേടിക്കൊടുത്തവരാണെങ്കിലും കപ്പ് നേടിക്കൊടുത്തവരാണെങ്കിലും ഒരു ചാമ്പ്യൻ ആറ്റിറ്റ്യൂഡുള്ള മാനേജ്മെൻറ്റ് ഫാൻസുമാണ്. അതുകൊണ്ട് തന്നെ അവർ ചെറിയ മിസ്റ്റേക്ക് കണ്ടാൽ തന്നെ പറഞ്ഞത് ശരിയാക്കി അവരെ കൊണ്ട് കപ്പടിപ്പിക്കുക. അങ്ങനത്തെ ഒരു ഫാൻസും മാനേജ്മെൻറ്റൊക്കെയാണ്. എന്തായാലും പെട്രറ്റോസിൻ്റെ കാര്യം നമുക്ക് കണ്ടു തന്നെ അറിയണം. എന്തായാലും പെട്രറ്റോസ് മോഹൻ ബഗാൻ സൂപ്പർ ജയൻസ് വിട്ടുപോകത്തില്ലെന്ന് അദ്ദേഹം തന്നെ പറഞ്ഞിട്ടുണ്ട്. ഇനിയും ടീം അദ്ദേഹത്തെ കളയുമോ ഇല്ലയോ എന്നുള്ള കാര്യങ്ങളൊക്കെ അറിയണം. 2027 കോൺട്രാക്ട് എക്സ്റ്റെൻഡ് ചെയ്തിട്ടുണ്ട്. സോ എന്തായാലും നമുക്ക് കണ്ടറിയാം എന്താണ് സംഭവിക്കാൻ പോകുന്നതെന്ന്. എന്തായാലും ഇനി അടുത്ത അപ്ഡേറ്റ് എന്ന് പറയുന്നത് ഇതുവരെയുള്ള ISLൻ്റെ ആവറേജ് അറ്റൻഡൻസ്, അതായത് സ്റ്റേഡിയത്തിൽ അറ്റൻഡൻസ് പുറത്തേക്ക് വന്നിട്ടുണ്ട്. എന്തായാലും ഒന്നാം സ്ഥാനത്ത് മോഹൻ ബഗാൻ സൂപ്പർ ജയൻസ് ആണ്. 29,000, അത് 30,000 ആണ് അവരുടെ ആവറേജ് അറ്റൻഡൻസ് എന്ന് പറയുന്നത്. പിന്നെ ഈസ്റ്റ് ബംഗാളിൻ്റെ കാര്യം നോക്കി അവരുടെ ആവറേജ് അറ്റൻഡൻസ് 20,000. മൂന്നാം സ്ഥാനത്താണ് കേരള ബ്ലാസ്റ്റേഴ്സ് ഉള്ളത്. 18,000 കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ ആവറേജ് അറ്റൻഡൻസ്. നാലാം സ്ഥാനത്ത് ജംഷഡ്പൂർ 15,000. മൂന്നാം സ്ഥാനത്ത് കർണാടകയല്ല, ബംഗളൂരു FC ആണ്. 13,000 അവരുടെ അറ്റൻഡൻസ് എന്ന് പറയുന്നത്. സോ എന്തായാലും എപ്പോഴും മോഹൻ ബഗാൻ സൂപ്പർ ജയൻസ് തന്നെയാണ് ഒന്നാമത്. ഇടയ്ക്ക് കേരള ബ്ലാസ്റ്റേഴ്സ് ഒന്നാമതായിട്ടുണ്ടെന്ന് തോന്നുന്നു. പിന്നെ രണ്ടാമത് എപ്പോഴും കേരള ബ്ലാസ്റ്റേഴ്സ് ആയിരുന്നു. പക്ഷേ ഇപ്രാവശ്യം നമുക്കറിയാം നമ്മുടെ പെർഫോമൻസും മറ്റുള്ള കാര്യങ്ങളൊക്കെ കൊണ്ട് തന്നെ ഫാൻസൊന്നും അധികം സ്റ്റേഡിയത്തിലേക്ക് പോകുന്നില്ല. അതുകൊണ്ട് 20,000 ആവറേജ് അറ്റൻഡൻസുമായിട്ട് ഈസ്റ്റ് ബംഗാളാണ് രണ്ടാമത്. എന്തായാലും ബംഗാൾ എത്രത്തോളം ഇഷ്ടപ്പെടുന്ന ഫുട്ബോളിനെ എന്നതിൻ്റെ ഒരു തെളിവാണിത്. മൂന്നാം സ്ഥാനത്ത് കേരള ബ്ലാസ്റ്റേഴ്സുമാണ് 18,000. എന്തായാലും ഞാൻ പറഞ്ഞല്ലോ എല്ലാം. സോ എന്തായാലും ഇതിനെക്കുറിച്ച് നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് ബോക്സിൽ പ്രകടനത്തിൽ വിളിക്കുന്നത്. ഗുഡ് ബൈ.